രക്ഷപ്പെട്ടു വരാൻ കുറച്ച് കഷ്ടപ്പാടാണ് എന്ന് കടവും ബാധ്യതകളുമായിട്ട് അങ്ങനെ വരും. അപ്പോൾ ഇവിടെ ഈ കർഷകരും ഏത് സാധാരണക്കാരനും ചെയ്തു വരാൻ കഴിയുന്ന ഒരു മേഖലയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും, എല്ലാവരെയും രക്ഷപ്പെടുത്തിയെന്ന്. ശരിയല്ല? അപ്പം ഞാനൊരു അധ്യാപകനായി ജോലി ചെയ്താൽ ശമ്പളം ആർക്ക് മാത്രമേ ഉള്ളൂ? എനിക്കേ ഉള്ളൂ. അപ്പോൾ സാറ് ട്രഷറി ഉദ്യോഗസ്ഥനായിട്ട് ജോലി ചെയ്യുമ്പോൾ വരുമാനം സാറിന് മാത്രമേ ഉള്ളൂ. എന്നാൽ തന്നെ ഞങ്ങൾ സമരം ചെയ്യാം. കാരണം തികയാത്തതുകൊണ്ടാണ് സമരം ചെയ്യുന്നത്, മനസ്സിലായതിൻ്റെ തവറാണ്. അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടിയ അനുഗ്രഹം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനം തുടങ്ങിയപ്പോൾ അതിൻ്റെ കോർഡിനേറ്ററായിട്ട് വർക്ക്. കുടുംബശ്രീ ഉണ്ടല്ലോ അല്ലേ? കുടുംബശ്രീ നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ? അതിൻ്റെ തുടക്കത്തിൽ ഞാൻ എൻ്റെ റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ജനകീയാസൂത്രണം വന്നപ്പോൾ അതിൻ്റെ കീ റിസോഴ്സ് പേഴ്സണായിട്ട് വർക്ക് ചെയ്തു. ഈ മൂന്നും ആരുമായിട്ട് ബന്ധപ്പെടുന്നതാണ്? ജനങ്ങളുമായിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി സാധാരണക്കാർക്കൊക്കെ ഒരു എക്സ്ട്രാ വരുമാനത്തിൻ്റെ ആവശ്യം. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് വരുന്നത്. ഈ ബിസിനസ്സിൽ ഞാൻ വന്നൊരു 10 വർഷം. ഈ ബിസിനസ്സിൻ്റെ മർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം തന്നെയാണ്. ഏതാണ്? പണമാണോ ആരോഗ്യമാണോ വേണ്ടത്? ആരോഗ്യമാണ് ഏറ്റവും വലുത്. പണം വേണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് വിശ്വാസമൊക്കെ ശരിയാണ്. പിന്നെ പണം വേണം. അപ്പൊ ഞാൻ ചോദിക്കാം, ഇപ്പൊ സാറിന്റെ അക്കൗണ്ടില് ഒരു 5 കോടി കൊടുക്കുകയാണ്. ഉള്ള ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഇല്ലാത്ത സൂക്കേടൊന്നും നമുക്കില്ല. ഈ 5 കോടി കൊണ്ട് വല്ല കാര്യമാണ് ഇല്ല. അപ്പൊ ഏത് വേണം? ആരോഗ്യമാണ് ഏറ്റവും. അത് പറഞ്ഞത് ശരിയാണ്. അപ്പൊ 2 കോടി ഉണ്ടെങ്കിലും തായി. അപ്പൊ ഈ കമ്പനി 21 വർഷമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന 2 കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് നിങ്ങൾ പറയുന്നത്? ഭാഷാഗത ചോദ്യം. ആരോഗ്യവും സമ്പത്തും. ശരിയല്ലേ? എന്താ വിഷയം? അല്ല, ഫാൻ വേണ്ട. അത് ചൂട് ഉണ്ടോ? അത് മതി. ഞങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണല്ലേ. അവിടെ കാറ്റില്ലേ? അപ്പൊ ഇവിടെ കാറ്റ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ സ്പെക്ട് ചെയ്യും. ഒന്ന് ശാന്തമായി അവിടെ ഇരുന്നു. അപ്പൊ നമുക്ക് ആരോഗ്യം വേണം, സമ്പത്തും വേണ്ടേ? ഈ 2 കാര്യങ്ങളും ഉള്ള ഒരു കമ്പനി ആകുമ്പോൾ അത് കുറച്ച് ഇതാണ് വിഷയം കേട്ടോ. ഇത് രണ്ടുമുള്ള കമ്പനിയാണ്. ഏത്? ഈ കമ്പനിയുടെ പേര് വെസ്റ്റീജ് എന്നാണ് പേര്. എന്താണ്? അതൊക്കെ പഠിച്ചു വെച്ചോ. കാരണം ഇനിയിപ്പോൾ നാളെ കോളേജിലൊക്കെ പഠിക്കാൻ വരും കുട്ടികൾക്കൊക്കെ വെസ്റ്റീജ് കമ്പനിയെ കുറിച്ച് ഉപന്യാസം എഴുതാനൊക്കെ വരും. അത്രയും വലിയ കമ്പനി, 21 വർഷമായ ഇന്ത്യൻ കമ്പനിയാണ്. ഈ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ ഏറ്റവും നല്ല കമ്പനിയാണ്. ഓക്കെ. അപ്പോൾ നമ്മളിന്ന് വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നിങ്ങൾ വിടുന്നത് ഏറ്റവും വിജയശതമാനം കൂടിയ സ്കൂളിലല്ലേ വിടുള്ളൂ. എല്ലാ പിള്ളേരും നോക്കിയെടുത്ത കാര്യമേ വിടുള്ളൂ. അപ്പോൾ എല്ലാ പിള്ളേരും ജയിച്ചു കയറുന്ന ഒരു വലിയ ഒരു സാമ്പത്തിക വിദ്യാലയമാണ് ഈ വെസ്റ്റീജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ആരോഗ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ കമ്പനിയിൽ 450-ലധികം വെൽനസ് ഉൽപ്പന്നങ്ങളും ആരോഗ്യ മേഖലയ്ക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ. ഇവിടെ ഇപ്പോൾ ഒരു പേസ്റ്റ് വെച്ചിട്ടുണ്ട്. കൃഷിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി പറഞ്ഞതാണ്. ഒരു പേസ്റ്റ് കണ്ടപ്പോൾ പറയാം. നിങ്ങളൊക്കെ പേസ്റ്റ് യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നില്ലേ? ഉണ്ടല്ലോ. ഏതൊക്കെ ഉപയോഗിക്കുന്ന പേസ്റ്റ് പറയാമോ? ഏതാ ഉപയോഗിക്കുന്നത്? കോൾഗേറ്റ്. നല്ലതോ ചീത്തയോ? എന്ത് പറയുന്നു? കുറേ കൊല്ലമായില്ലേ? കോൾഗേറ്റ് പേസ്റ്റിന്റെ ഈ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇതിന്റെ പുറത്ത് ഇവിടെ ഒരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ആ പൈസ പിള്ളേരോട് വായിക്കാൻ പറയും. ഇത് വായിച്ചാൽ അപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും? അതെടുത്തിട്ട് ചവിട്ടോട്ടിരിക്കും. കാരണം 6 വയസ്സിൽ താഴെ കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ രക്ഷകർത്താക്കൾ എന്ത് ചെയ്യണം? കുട്ടികൾ വിഴുങ്ങാതെ കൊച്ചിക്ക് പിടിച്ച് വിഴുങ്ങാൻ സമ്മതിക്കുക, നോക്കി നിൽക്കണം. എന്താണ് വിഴുങ്ങിയാൽ കുഴപ്പം? ആരോഗ്യ വിഷയമുള്ളതുകൊണ്ടല്ലോ വിഴുങ്ങാൻ പാടില്ലാന്ന് പറഞ്ഞത്. ശരിയല്ലേ? ആരോഗ്യ വിഷയമുള്ളതുകൊണ്ട് വിഴുങ്ങാൻ പാടില്ലാന്ന് പറഞ്ഞത്. സിഗരറ്റ് വലിക്കരുത്, അത് അപകടമാണ്. വലിക്കണേന് നോക്കിയിട്ട് തന്നെ. മദ്യപിക്കരുത്, അപകടമാണ്. കോൾഗേറ്റ് പേസ്റ്റ് ഉപയോഗിക്കരുത്, അപകടമാണ്. എന്തായാലും അപകടം. ആ പേസ്റ്റിൽ നമ്മൾ എല്ലാവരോടും വേണ്ട എന്ന് പറയുന്ന നിക്കോട്ടിൻ്റെ കണ്ടന്റ് കണ്ടമാണ്. നിക്കോട്ടിൻ എന്ന് പറഞ്ഞാൽ പുകയില്ല അല്ലേ? അപ്പോൾ ആ പേസ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾ പല്ല് തേക്കുമ്പോൾ നിങ്ങളുടെ ഉമിനീരിൻ്റെ ഉൽപ്പാദനം കുറയും. നമുക്കൊക്കെ ഉമിനീര് വേണ്ടേ? ഭക്ഷണം കഴിക്കുമ്പോൾ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചിട്ടുണ്ട്, 30% ദഹനം എവിടെ നടക്കണം? വായിൽ നടക്കണം. അതിന് വായിൽ നടക്കണമെങ്കിൽ കണ്ടാൽ ഉമിനീര് വേണം. ഞാനൊരു വാളംപുളി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ വായിൽ പണ്ടൊക്കെ കപ്പൽ ഓടിക്കാമെന്ന് പറയും. ഇപ്പോൾ കപ്പലെല്ലാം പോയിട്ടു തോണി പോലും ഓടിക്കാൻ പറ്റും. കാരണം എന്താ? ഉമിനീരില്ല. ഈ ഉമിനീര് കുറഞ്ഞതുകൊണ്ട് എന്തൊക്കെയാണ് വിഷയം?
ദഹന പ്രശ്നങ്ങളായി, ഗ്യാസ് ട്രബിളായി, ആമാശയത്തിന് വർക്കുകളോട് കൂടി, അതാണ് ഗ്യാസ് ട്രബിൾ വരുന്നത്. ഇതിൻ്റെ ഒക്കെ കാരണക്കാരൻ ആരാണ്? ഏത് വേസ്റ്റാണ്? കോൾഗേറ്റും ക്ലോസപ്പും ഡാബറും എല്ലാം. നമ്മുടെ വേസ്റ്റ് നോൺ നിക്കോട്ടിൻ വേസ്റ്റ് എന്ന് പറയുന്നത് ഇതിൽ നിക്കോട്ടിൻ ഇല്ല. അതുകൊണ്ട് കുട്ടി വിഴുങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങളൊക്കെ കുറച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. ആര്യവേപ്പ് അല്ലേ, രോഗാണുക്കൾ ഉണ്ടാവില്ല. ഗ്രാമ്പു വലിയ വേദന കാര്യങ്ങൾ ഉണ്ടാവില്ല. കാൽസ്യം നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ കൂടെ കൂടിയതാണ് നമ്മുടെ വേസ്റ്റ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് പേസ്റ്റ്, സോപ്പ്, ഇങ്ങനെ നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ട്. അപ്പോൾ അധികം ആൾക്കാർ ചോദിക്കുന്നത് ആട്ടയും മൈദയും പയറും പരിപ്പൊക്കെ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ഒരു ചാക്ക് അരിയൊക്കെ ആയിട്ട് ക്ലാസ് എടുക്കാൻ പറ്റിയിട്ട് കേട്ടോ. മാത്രമല്ല, റേഷൻ കടകളിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലൊക്കെ നമുക്ക് എന്ത് കിട്ടും? അത് ഇഷ്ടംപോലെ കിട്ടണമല്ലോ അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർജിനോ കാര്യങ്ങൾ ബാക്കിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഒരു രോഗമുള്ളത് ആണുങ്ങൾക്കാണോ പെണ്ണുങ്ങൾക്കാണോ? പെണ്ണുങ്ങൾക്ക്. സ്ത്രീകൾക്ക് എന്തായതിൻ്റെ കാരണം? ഞങ്ങൾ മിടുക്കന്മാരായിട്ട് ഇവിടേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളാണ് പാത്രം കഴുകുന്നത്, കക്കൂസ് കഴുകുന്നത്, തക തുടയ്ക്കുന്നത്, തുണി കഴുകുന്നത്, എല്ലാം ശരിയല്ലേ? ഞാൻ 10 കൊല്ലമായിട്ട് ഇത് പഠിപ്പിച്ചിട്ടാണ് ഇവർക്കൊക്കെ മനസ്സിലായത്. അപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ 1,30,000 ആൾക്കാരുണ്ട്. അതിനകത്ത് ഏതാണ്ട് 90% പെണ്ണുങ്ങളാണ്. അതിന് പെണ്ണുങ്ങൾക്ക് മനസ്സിലായി ഈ ആണുങ്ങൾ കൊണ്ടുപോയി കൊടുക്കുന്ന വേസ്റ്റ് തേച്ച് ഈ കക്കൂസിൽ ചെയ്യുന്ന ഹാർപ്പിക്ക് യൂസ് ചെയ്താൽ രോഗം വിട്ടുമാറുള്ള ക്യാൻസർ വരും. അതൊക്കെ നമ്മുടെ കമ്പനിയിലുണ്ട്. ഏതെന്ത്? പാത്രം കഴുകാനും, തക തുടയ്ക്കാനും, തുണി കഴുകാനും, കക്കൂസ് ക്ലീൻ ചെയ്യാനും എല്ലാം ഉണ്ട്. അതിലേക്ക് ഞാൻ കടന്നു വരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആരോഗ്യ മേഖലയ്ക്ക് വേണ്ട എല്ലാ ഉൽപ്പന്നങ്ങളും ഹെയർ ഓയിൽ,